സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി കോൺഗ്രസ് ആദ്യ മന്ത്രിസഭാ യോഗം കൂടുമ്പോൾ അതിൻ്റെ ആ ഒരു മറുപടി അല്ലെങ്കിൽ എന്താണ് പ്രതികരണങ്ങൾ വരുന്നതെന്ന് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ആശമാരാണെന്ന് തന്നെ പറയാം. കാരണം അവരുടെ നാളുകൾ നീണ്ട ഒരു കാത്തിരിപ്പാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരുന്നതാണിത്. അപ്പം 3000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നത്? ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഈ വർധനവിനെ സ്വീകരിക്കുകയാണ്. കാരണം പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. ഏതാണ്ട് 9 മാസക്കാലം ഞങ്ങൾ തെരുവിൽ നടത്തിയ സമരമുഖത്ത് വന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യ ക്യാബിനറ്റിൽ അത് പ്രഖ്യാപിക്കുന്നുള്ളത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടത്തിയ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വെച്ച് അത് തീരുമാനമെടുത്തിരിക്കുകയാണ്. 3000 രൂപ ഒരു വർധനവെന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. പക്ഷേ എന്നിരുന്നാലും ആദ്യ ക്യാബിനറ്റിൽ നടത്തിയ ആ വർധനവ് ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. 21,000 രൂപയാണ് അടിസ്ഥാന മിനിമം വേതനം വേണ്ടുന്നത്. അത് ഞങ്ങളുടെ ഒരു ഡിമാൻഡാണ്. അത് ഘട്ടം ഘട്ടമായി അതിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അദ്ദേഹം ഇവിടെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. 3000 രൂപ എന്ന് പറയുന്ന ഒരു ആശ്വാസം തന്നെയല്ലേ? നേരത്തെ 9,000 രൂപയായിരുന്നത് ഇപ്പോൾ 12,000-ലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഒരു മാസം ഒരു കുടുംബത്തിന് തള്ളിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ തള്ളിക്കൊണ്ടുപോകാൻ അത്രയും പോരാ. അപ്പം ഇനിയും ഇത് കൂടുവാൻ തന്നെയല്ലേ പ്രതീക്ഷ? തീർച്ചയായും സ്ത്രീ തൊഴിലാളികൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആശാപ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ബഹുഭൂരിപക്ഷവും ദരിദ്രരും അതീവ ദരിദ്രരായ ആളുകൾ അടക്കമുണ്ട്. ഭർത്താവില്ലാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, അങ്ങനെ തുടങ്ങി രോഗം ബാധിച്ച മാതാപിതാക്കൾ അടക്കം നോക്കേണ്ടുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഓരോ രൂപയും വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. ഈ 3000 രൂപയുടെ വർധനവ് വളരെ വളരെ പ്രതീക്ഷയും സന്തോഷവും നൽകുന്നതാണ്. ഞങ്ങൾ നടത്തിയ പോരാട്ടം അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുത്ത് നടത്തിയ പോരാട്ടമാണ്. ആ പ്രക്ഷോഭത്തിന് ഒരു പുതിയ ഗവൺമെൻറ് അതിനൊരു ദിശാബോധം നൽകുന്ന തരത്തിലുള്ളൊരു വർധനവെന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യ ഒരു പ്രതികരണം നിലയ്ക്ക് പറയാം. ആശാപ്രവർത്തകർ സന്തോഷത്തിലാണ്. ഇന്ന് അവരെ ചേർത്ത് പിടിച്ച സർക്കാർ ഇനിയും അവരെ ചേർത്ത് പിടിച്ച് കൈപിടിച്ചുയർത്തുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. വളരെ സുപ്രധാന പ്രഖ്യാപനമായി അത് മാറുകയാണ്. ആശാവർക്കർമാർ നടത്തിയ സമരം, ഒരു വർഷക്കാലം വെയിലിനെയും മഴയും ഒക്കെ തന്നെ സഹിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം ഫലം കണ്ടിരിക്കുന്നു. ആദ്യ ക്യാബിനറ്റ് സർക്കാരിന്റെ ഹണിമൂൺ കാലം, അതായത് ഒരു 100 ദിവസമാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ച്, പുതിയ സർക്കാരിനെ സംബന്ധിച്ച് ഒരു സാവകാശം ജനങ്ങൾ നൽകുന്നത്. ആ ഹണിമൂൺ കാലത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഈ സർക്കാരിന് ക്യാബിനറ്റിന് നൽകാൻ കഴിഞ്ഞു, സാന്ത്വനം ഏകാൻ കഴിഞ്ഞു. അത് 3000 രൂപ എന്ന വലിയ ഒരു സംഖ്യ. അവരെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന തുക 21,000 പക്ഷെ ഒരു 3000 ആദ്യം കയ്യിൽ കിട്ടുന്നു എന്നത് വലിയൊരു പ്രഖ്യാപനം തന്നെയാണ്. അതോടൊപ്പം തന്നെ അംഗനവാടി വർക്കർമാരുണ്ട്, ആയമാരുണ്ട്, അവർക്കും കൂടി ഒരു ആശ്വാസം, സമാശ്വാസം എന്ന നിലയിൽ 1000 രൂപയുടെ പ്രഖ്യാപനം അവരുടെ വേതനത്തിൽ കൂടുന്നു എന്ന പ്രത്യേകത കൂടി ആദ്യ ക്യാബിനറ്റിന് ശേഷം ഉണ്ടാകുന്നു. അങ്ങനെ വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നിട്ടിറങ്ങി നയിക്കുന്ന സമയത്ത്, ഈ പ്രചാരണത്തെ നയിക്കുന്ന സമയത്ത് ജനങ്ങളോട് എന്തൊക്കെ പറഞ്ഞുവോ അതിൽ 2 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ, ആ ഇന്ദിരാ ഗ്യാരണ്ടി എന്നത് 5 ഗ്യാരണ്ടികൾ, ആ 5 ഗ്യാരണ്ടിയിൽ 2 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കഴിഞ്ഞു എന്ന പ്രത്യേകത, ആ പ്രഖ്യാപനമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം. ആ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള കൂടിയാലോചനകൾ നടക്കും.